അടുത്തത് ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് വരാവുന്ന ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതുപോലെ അതിൻ്റെ അഡീഷണൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് അതുപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊരു എസ്എ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി ഐറ്റം ഒക്കെ അറിയുന്നത് കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവൻ ബിലോ ആർ ദ റെസിപ്റ്റ് ആൻഡ് അക്കൗണ്ട് ഓഫ് കൊച്ചിൻ സ്പോർട്സ് ക്ലബ് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2024 ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊരു സ്പോർട്സ് ക്ലബ്ബാണ്. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2024 ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ സെയിം ഡേറ്റ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഓരോ ഐറ്റം നോക്കാം. ആദ്യം പേയ്മെൻറ്റ് സൈഡ് തന്നിട്ടുള്ളത് പേയ്മെൻറ്റ് ഓഫ് ബോൾസ് ഉണ്ട്, പർച്ചേസ് ഓഫ് ബോൾസ് ഉണ്ട്. പർച്ചേസ് ഓഫ് ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നോർമലി സ്പോർട്സ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബോൾസ് എന്ന് പറയുന്നത്. അത് ഫിക്സ്ഡ് അസറ്റ് ഒന്നുമല്ല. പിന്നെ ടൂർണമെൻറ്റ് ഫീ ഉണ്ട്, അഫിലിയേഷൻ ഫീ, റെൻ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട്, റിഫ്രഷ്മെൻറ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്പെൻഡിച്ചർ അല്ല, നമ്മളൊരു ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ അതൊരു അസറ്റാണ്. ദെൻ സാലറി, മിസലേനിയസ് എക്സ്പെൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ദെൻ സബ്സ്ക്രിപ്ഷൻ 2022, 23, 23-24 ആൻഡ് 24-25. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 3 ഇയറത്തെ, ഈ കറണ്ട് ഇയറത്തെ എമൗണ്ട് ഉണ്ട്, അതുപോലെ തൊട്ട് മുന്നത്തെ കൊല്ലത്തതുണ്ട്, ദെൻ നെക്സ്റ്റ് ഇയേഴ്സിലേക്കുള്ള എമൗണ്ടും തന്നിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ്, സെയിൽ ഓഫ് ഫേർണിച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫിഗർ തരുന്നത്. ദെൻ ഡൊണേഷൻ ഫോർ ക്ലബ് ബിൽഡിംഗ്, ഡൊണേഷനാണ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ക്ലബ് ബിൽഡിംഗ് സ്പെസിഫിക് ഡൊണേഷനാണ്. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, ജനറൽ ഡൊണേഷൻ അല്ല ഇത്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത് കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിങ് ടു 1920 വാസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്. കറണ്ട് ഇയർത്തെ സബ്സ്ക്രിപ്ഷൻ 1920 ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് കറണ്ട് ഇയർ എൻഡിങ്ങിലുള്ള, അറ്റ് ദി എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ് 1920. ആഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. അപ്പം ഇൻട്രസ്റ്റ് അക്രൂഡ് ഫോർ ദ ഇയർ ബട്ട് നോട്ട് റിസീവ്ഡ് അമൗണ്ടഡ് ടു 60. അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, എലിജിബിളായിട്ട് നമുക്ക് കിട്ടാത്ത എമൗണ്ട് ആണ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അറ്റ് ദി എൻഡ് എന്ന് പറയുമ്പം ആ ഒരു ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. അതായത് ഇൻട്രസ്റ്റ് 240 ഉണ്ടെങ്കിൽ അതിനോട് കൂടെ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ് 60. അതേസമയം അക്രൂഡ് ഇൻകം ആയതുകൊണ്ട് തന്നെ അതൊരു കറണ്ട് അസറ്റാണ്, ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടതുണ്ടാവും. ദെൻ ബുക്ക് വാല്യൂ ഓഫ് ദ ഫേർണിച്ചർ സോൾഡ് വാസ് 1680. അപ്പോൾ ഈ ഫേർണിച്ചറിൻ്റെ വാല്യൂ നമുക്കിതിൽ തന്നിട്ടൊന്നുമില്ല. വിറ്റത് 1200 രൂപയ്ക്കാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 1680 രൂപൻ്റെ ഫേർണിച്ചറാണ് വിറ്റിട്ടുള്ളത്. വിറ്റിരിക്കുന്നത് 1200 രൂപയ്ക്കുമാണ്. അപ്പോൾ അവിടെ ലോസ് ഉണ്ടായിട്ടുണ്ട്, ഒരു 480 രൂപൻ്റെ ലോസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ദെൻ ദ റെൻ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് 720 ആൻഡ് സാലറി 600 ഫോർ ദ കറണ്ട് ഇയർ വാസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. അറ്റ് ദി എൻഡിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 എക്സ്പെൻസ്, റെൻ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് ആൻഡ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇയർ എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ. ഈ സാലറിനോട് കൂടിയും റെൻ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ടിനോട് കൂടി ഈ കൺസേൺഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ. ആൻഡ് ദ റെൻ്റ് ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 2022-23 ഹാസ് ബീൻ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതായത് 2022-23, അതായത് കഴിഞ്ഞ കൊല്ലത്തെ റെൻറ്റ് ഇക്കൊല്ലം നമ്മൾ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആൻസർ നോക്കാം. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക.
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ എന്നുള്ളത് 2 സൈഡും ആക്കിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാട്ടുന്നത്, എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡുമാണ് കാണിക്കേണ്ടത്. അപ്പം ഇൻകം സൈഡ് ആദ്യം നോക്കാം. ഇൻകം സൈഡിലേക്ക് വേണ്ടത് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക, റെസീപ്റ്റ് സൈഡിലുള്ളതായിട്ടാണ് നമ്മൾ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം സബ്സ്ക്രിപ്ഷൻ്റെ കേസ് നോക്കുക. 3 ഇയർത്തെ സബ്സ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് വേണ്ടത് ഇക്കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ്. ഇത് 27,360. ഇത് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് പ്രകാരം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് പ്രീവിയസ് ഇയർത്തത് നമ്മൾ കുറയ്ക്കണം. അതുപോലെ ഇയർ ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കുറയ്ക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ശരിക്കും 27,360 ആണല്ലോ. ആ എമൗണ്ട് മാത്രം നമ്മൾ എടുത്താൽ മതി ഇപ്പോൾ തൽക്കാലം. അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, 27,360 കറണ്ട് ഇയർത്തെ എമൗണ്ട് എന്ന് പറയുന്നത്. അതിനോടുകൂടെ നമ്മൾ പറഞ്ഞു 1920 എന്ന് പറയുന്നത് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് 1920 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അറ്റ് ദി എൻഡിലുള്ളതായതുകൊണ്ട്. ദെൻ അത്രയേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് ചെയ്യാൻ. ഇനി ഇൻട്രസ്റ്റിൻ്റെ കേസാണെങ്കിൽ 240 ആണ്. ദെൻ അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അക്രൂഡ് ഇൻകം ആയിട്ട് 60 ഉണ്ട്. അതായത് ഇക്കൊല്ലം നമ്മൾ ഡ്യൂ ആയിട്ടും റിസീവ് ചെയ്യാത്ത ഒരു 60 ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ് അല്ലെങ്കിൽ അക്രൂഡ് തന്നെയാണ്. അതുകൊണ്ട് അതും നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ലെസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 240 + 60 300. ഓക്കെ, ഇൻകം സൈഡ് അത്രേ ചെയ്യാനുള്ളൂ. ഇനി എക്സ്പെൻഡിച്ചർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് പർച്ചേസ് ഓഫ് ബോൾസ് ആണ് 9,600. പർച്ചേസ് ഓഫ് ബോൾസ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് അസറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമബിൾ ഐറ്റം ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡാണത് കാണിക്കുന്നത്. അപ്പോൾ 9,600. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്യൂമബിൾ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസോ സെയിൽസോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് റുപ്പീസ് ഓക്കെ, അത് ഈ ഒരു ക്വസ്റ്റ്യനിൽ മിസ്സിങ് ആയതാണ്. ഒരൈറ്റം കൂടെ അതിൽ പറഞ്ഞിട്ടുള്ളത് ദ വാസ് സ്റ്റോക്ക് ഓഫ് ബോൾസ് വിത്ത് ക്ലബ് അറ്റ് 480 ആസ് ഓൺ 31st March 2024 എന്നും കൂടെ അതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിലുള്ളതാണ്, ഇതിൽ വിട്ടുപോയിട്ടുള്ളതാണ്. 31/3/2024 ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ബോൾസ് ആയിട്ട് 480 ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നമുക്ക് 480 ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 9,600 ബോൾ പർച്ചേസ്ഡ് എന്ന് ക്ലോസിംഗ് സ്റ്റോക്കായിട്ടുള്ള 480 ലെസ് ചെയ്യണം. തന്നെ 9,120 എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ടൂർണമെൻറ്റ് ഫീ ആണ് 1,200. അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദെൻ അഫിലിയേഷൻ ഫീ 240, അതിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, 240 തന്നെയാണുള്ളത്. ദെൻ റെൻ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് 600 ആണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് 720 എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഫോർ ദ കറണ്ട് ഇയർ. അപ്പം നിലവിൽ 600 ആണുള്ളത്, പിന്നെ 720 കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 600 എന്ന് പറയുന്നത് കറണ്ട് ഇയറത്തെ എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. അവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 600 കൂടെ നമുക്ക് ഈ 720 ആഡ് ചെയ്താൽ മതി. പ്ലസ് ഇവിടെ ഒരു അഡീഷണലി പറഞ്ഞിട്ടുള്ള കാര്യം റെൻ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് ഫോർ ദി ഇയർ 2022-23 ഹാസ് ബീൻ പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. അതായത് 2022-23 എമൗണ്ട് ആയിരുന്നു ശരിക്കും ഈ ഒരു 600 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
പ്രീപെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആണ് ഈ 600 എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇക്കൊല്ലത്തെ എമൗണ്ട് അല്ല. ആ എമൗണ്ട് എന്ന് പറയുന്നത് 2022-23 എമൗണ്ടാണ് നമ്മൾ ഇക്കൊല്ലം അടച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്തേക്കുള്ള ബാലൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കുള്ള എമൗണ്ട് ആയതുകൊണ്ട് നമ്മളത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ആ 600ൻ്റെ എഫക്റ്റ് വന്നിട്ടേ ഇല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, കറണ്ട് ഇയറിൽ 600 അടച്ചിട്ടുണ്ടെങ്കിൽ 600 കാണിക്കുക ഡെബിറ്റ് സൈഡ്, ലെസ് അതെന്ന് പറയുന്നത് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ഫോർ പ്രീവിയസ് ഇയർ ആണ്. അല്ലെങ്കിൽ അറ്റ് ദി ബിഗിനിങ് നമ്മൾ കഴിഞ്ഞ കൊല്ലം അടയ്ക്കേണ്ട എമൗണ്ടാണ് ഇക്കൊല്ലം അടയ്ക്കുന്നത്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് എന്ന് തന്നെ പറയാം. ആ 600 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് നമുക്ക് കാണിക്കാം. ദെൻ പ്ലസ് 720 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട്. ബാലൻസ് 720 ആണ് ഫൈനൽ കോളത്തിൽ നമുക്ക് ഉണ്ടാവുക. ഇത് നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് പ്രകാരം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കഴിഞ്ഞ കൊല്ലത്തേക്കുള്ളതും എപ്പോഴും നമ്മൾ ഒരു ഫോർമാറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ലോജിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം കഴിഞ്ഞ കൊല്ലത്തേക്കുള്ളതും പിന്നെ വരാൻ പോകുന്ന കൊല്ലത്തേക്കുള്ളതുമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസോ ഇൻകോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഈ 600 കഴിഞ്ഞ കൊല്ലത്തെയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് കാണിക്കുന്നത്. എന്നിട്ട് ഇക്കൊല്ലം ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഇക്കൊല്ലം അടയ്ക്കേണ്ട 720 രൂപ നമ്മൾ അടച്ചിട്ടുമില്ല. അതാണ് ഈ 720 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമ്മളിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ 600 - 600 0 പ്ലസ് 720, അതാണ് 720 എന്ന് പറയുന്ന ഈ ഒരു ഫൈനൽ എമൗണ്ട് മാത്രം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, റെൻ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് റിഫ്രഷ്മെൻറ്റ് 480 അതങ്ങനെ എടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് 3600, അതിലും നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് 12,000. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് ആൻ അസെറ്റ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ടതുള്ളൂ, ഇവിടെ നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ സാലറി 1440, സാലറിയിൽ 400 റുപ്പീസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഫോർ ദ ഇയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാലറീനോട് കൂടെ 1440ൻ്റെ കൂടെ 600 ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാലറി കഴിഞ്ഞ കൊല്ലത്തെയാണെന്നുള്ള ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ 1440 കൂടെ 600 ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മിസലേനിയസ് എക്സ്പെൻസ് 960. പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് അസറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ, അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡാണ് ഇത് കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ നോക്കുക, ഇത് ബുക്ക് വാല്യൂവിന് തന്നെയാണോ വിറ്റിട്ടുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ വിലയ്ക്കാണോ കുറഞ്ഞ വിലയ്ക്കാണോ എന്നുള്ളത്. ഇതിൽ നോക്കിയപ്പം 1200 രൂപയ്ക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്. ഈ വിറ്റിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് വാല്യൂ ഓഫ് അസറ്റിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് തന്നെ അവിടെ ലോസ് ഉണ്ടാകും 480. ആ 480 നമ്മൾ ലോസ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട് ഡെബിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നുണ്ട് 480. ദെൻ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് സർപ്ലസ് ആണോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണോ എന്നുള്ളത് കിട്ടും. നമ്മളുടെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് സർപ്ലസ് ആണ്, അതല്ല ഇൻകം സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ ഡെഫിസിറ്റ് ആണ്. ഇനി ഈ സർപ്ലസ് ഒക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റും ലയബിലിറ്റീസുമാണ് എൻ്റർ ചെയ്യേണ്ടത്. അസറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും അസറ്റ് ഉണ്ടോ നോക്കുക. അപ്പോൾ ആകെ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എഴുതാവുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് 12,000. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 12,000 കാണിച്ചു. ഇനി ബാക്കി ഏതൊക്കെയെന്നുള്ളതാണ്. ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു വലിയ ബാലൻസ് ഷീറ്റൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ നോക്കുക, അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക.
ഇതൊക്കെയാണ് ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് നോക്കുക. ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2023-24. അതായത് ഇക്കൊല്ലം കിട്ടാനുള്ളൊരു എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1920 പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം കിട്ടാനുള്ള എമൗണ്ടാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. നമുക്കൊരു കറണ്ട് അസറ്റാണ്, അതുകൊണ്ട് അസറ്റ് സൈഡ് കാണിക്കുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഇൻട്രസ്റ്റ് നമുക്ക് 240 നമുക്ക് ഇക്കൊല്ലം കിട്ടി, 60 കൂടെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. ആ 60 കറണ്ട് അസറ്റായിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ സ്റ്റോക്ക് ഓഫ് ബോൾസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ കറണ്ട് അസറ്റായിട്ട് കാണിക്കേണ്ടതായിട്ടാണ് 480. ഈ 480 തന്നെയാണ് ഈ 480 എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കാണത് 480. ദെൻ ക്യാഷ്. ഈ ക്യാഷ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ക്യാഷ് നമുക്ക് ഈ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് തരിക. ഇപ്പം ചില ക്വസ്റ്റ്യനിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാങ്കും ക്യാഷും തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കാട്ടണം. ഇതിൽ ഒറ്റൊന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 13,800 ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി ലയബിലിറ്റി സൈഡ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താണത്? 960 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കൊല്ലം നമ്മൾ റിസീവ് ചെയ്തതിൽ 960 അടുത്ത കൊല്ലത്തേക്കുള്ളൊരു 960 കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ 960 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന 960 നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഈ 1200 നമ്മൾ കാണിക്കുന്നില്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. ആ കഴിഞ്ഞ കൊല്ലം നമുക്ക് 1200 കിട്ടാനുള്ളത് ഇക്കൊല്ലം കിട്ടിയതാണ്. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ 1200 എന്ന് പറയുന്നത്. ഇക്കൊല്ലം അത് കൊടുത്ത് തീർത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇയറത്തെ ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഒരു ഐറ്റമാണ് 1200. ഓക്കെ, അപ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 960 ആണ്. ദെൻ റെൻറ്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് 720 ആൻഡ് സാലറി, ഇത് രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 720 ആൻഡ് 600. അപ്പോൾ അത് രണ്ടും നമ്മൾ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ ഡൊണേഷൻ ഫോർ ക്ലബ് ബിൽഡിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് 7,200. അതും നമ്മൾ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സർപ്ലസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടിയാണെന്ന് പറഞ്ഞു. ഈ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു അതായത് 31 മാർച്ച് 2023 ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കഴിഞ്ഞ കൊല്ലത്തെ ഇയർ എൻഡിലത്തെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും ഇക്കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ 2022-23 ഇയർ എന്ന് പറയുന്നത് ഒരു 1200 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. 1200 രൂപ ഉണ്ട്. ഓക്കെ, അത് ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പറഞ്ഞു. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന 1200. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമുക്കറിയാം എത്രയാണ്? 5760. 5760 നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും തന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഫേർണിച്ചറിൻ്റെ വാല്യൂ ആണ്. ഫേർണിച്ചർ 1680 ഫേർണിച്ചർ നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ വിറ്റ് പോയിട്ടുള്ളതിൻ്റെ ബാലൻസ് നമ്മളിപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഒരു 1680 എന്ന് പറയുന്ന ഫേർണിച്ചർ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇക്കൊല്ലം എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല ഫേർണിച്ചറിൻ്റെ കാര്യം. ഇനി റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 600. അത് നമുക്ക് എവിടെ നിന്നാണ് പറഞ്ഞത്? അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് റെൻറ്റ് ഓഫ് ദി പ്ലേ ഗ്രൗണ്ട് 600 എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തതാണ് ഇപ്പം നമ്മൾ അടച്ചിട്ടുള്ളത്. സോ കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്യുമ്പം, അതായത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കണം. ലയബിലിറ്റീസ് ആണെങ്കിലും അസറ്റ് ആണെങ്കിലും ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ.
ഇതാണ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അതിനോട് കൂടെ നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സർപ്ലസ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ സർപ്ലസ് നമുക്ക് ഏതിൻ്റെയെങ്കിലും കൂടെ അല്ല ആഡ് ചെയ്യാൻ പറ്റുക. കറക്റ്റായിട്ട് ക്യാപിറ്റൽ ഫണ്ട് നമ്മളെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനോട് കൂടെ വേണം സർപ്ലസ് ആഡ് ചെയ്യാൻ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു 1-2 തവണ ഈ ഒരു പ്രോബ്ലം നോക്കുക. അതിന് ശേഷം ബാക്കിയുള്ള പ്രോബ്ലത്തിലേക്ക് പോവാം.